ഇറാൻ ഒമാനെയും ലക്ഷ്യം വെക്കുന്നു. ഒമാനിലെ ഈ പറയുന്ന US വ്യോമതാവളങ്ങളിലേക്ക്, സൈനിക താവളങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന വാർത്ത വരുന്നു. പ്രധാനമായും ഈ US താവളങ്ങളെല്ലാം ഉള്ളത് ഒമാന്റെ തുറമുഖ മേഖലകളിലാണ്. തുറമുഖ മേഖലകൾ ഹോർമുസ് കടലിടുക്കുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന കൂടിയാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ക്ലിപ്പിൽ നിന്ന് ഗോകുൽ രവി കൂടി ചെയ്യുന്നു. ഗോകുൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം GCCയിലെ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച പോലെയല്ല നിലവിൽ ഒമാനെ ആക്രമിക്കുമ്പോൾ. കാരണം ഒമാൻ ഇറാൻ ആക്രമിക്കുമ്പോൾ ദീർഘകാലമായി അവർ പിന്തുടർന്നു പോലൊരു സൗഹൃദം അതവിടെ ഇല്ലാതാകുന്നു. അതിനും അപ്പുറത്തേക്ക് ഹോർമുസ് കടലിടുക്കുന്ന നിർണായക സ്ട്രാറ്റജിക് പോയിന്റിലെ സമ്പൂർണ്ണ ആധിപത്യം കൂടി ഇറാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റു GCC രാജ്യങ്ങളുണ്ടായ ഒരു റീറ്റാലിറ്ററി ആക്ഷൻ എന്നതുപോലെ ഈ പറയുന്ന ഒമാനിലെ ആക്രമണത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അതിന് മറ്റു തലങ്ങൾ കൂടി ഇല്ലേ ഗോകുൽ? തീർച്ചയായും സുഹൈൽ, ഇന്ന് രാവിലെ പോലും ഏറ്റവും ഒടുവിലത്തെ ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അമേരിക്ക ഈ യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു, ഇത് നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു യുദ്ധമല്ല, ഇത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വിഷയമാണ് എന്ന് പ്രതികരിച്ച് അമേരിക്കയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ രാഷ്ട്രമാണ് ഒമാൻ, അല്ലെങ്കിൽ ഒമാൻ വിദേശകാര്യമന്ത്രി. ഈ ചർച്ചകളുടെ എല്ലാം ഭാഗമായിരുന്നു, അതിന്റെ മധ്യസ്ഥനായി നിന്നത് ഒമാൻ വിദേശകാര്യമന്ത്രിയാണ്. ആ രാജ്യത്തേക്ക് ഇപ്പോൾ ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ പോർട്ടുകളിലേക്ക് 8 പ്രധാനപ്പെട്ട പോർട്ടുകളാണ് ഒമാനിലുള്ളത്. അതിൽ തന്നെ ഈ സലാല പോർട്ടിലും ദുഃഖും പോർട്ടിലുമാണ് അമേരിക്കയ്ക്ക് നയതന്ത്ര പങ്കാളിത്തമുള്ളത്. ആ പോർട്ടുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ, ആ പോർട്ടുകളിൽ അവരുടെ സൈനിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കരാറിൽ 2019 അമേരിക്ക ഒപ്പുവെച്ചത്. അമേരിക്കയും ഒമാനും തമ്മിലൊരു കരാറും ധാരണയുമുള്ളത്. ഇപ്പോൾ അതിൽ ആദ്യം ആക്രമണം നടന്നത് ഒമാനിലെ ദുഃഖും പോർട്ടിന് സമീപത്താണ് ഡ്രോൺ ആക്രമണം നടന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അത് മുസാദം ഏരിയയിൽ ഒരു മുസാദത്തിൽ നിന്ന് ദൂരെയുള്ള ഖസബ് പോർട്ടിലെ ഇപ്പോൾ ഒരു ആക്രമണം നടക്കുക. ഈ ഖസബ് പോർട്ടിൻ്റെ ഒരു പൊസിഷൻ നോക്കിയാൽ, ജോഗ്രഫിക്കൽ പൊസിഷൻ നോക്കിയാൽ, അത് ഈ ഹോർമൂസ് കടലിടുക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ് ഇറാൻ. എല്ലാ കാലത്തും ഇറാന്റെ സമ്മർദ്ദം, അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ, ഒരു ഭീഷണി ഉണ്ടായാൽ, ഒരു ആക്രമണം ഉണ്ടായാൽ, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെയും ആദ്യത്തെയും പിടിവള്ളി, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ്. അവിടുത്തെ കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിച്ചാൽ, അല്ലെങ്കിൽ നിരോധിച്ചാൽ, അത് അടച്ചിട്ടാൽ, അത് GCC രാഷ്ട്രങ്ങൾക്കുണ്ടാക്കുന്ന സാമ്പത്തികമായ, സാമൂഹ്യമായ, വ്യാവസായികമായ പ്രത്യാഘാതം വളരെ വലുതാണ്. അതിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കം പല രാജ്യങ്ങളെയും ഇത് ബാധിക്കും. സ്വാഭാവികമായും ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അമേരിക്കയ്ക്ക് മേലാണെങ്കിലും ഇസ്രയേലിന് മേലാണെങ്കിലും അത്തരത്തിൽ ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ആക്രമണം തുടരുന്ന ഇസ്രയേലിനും അമേരിക്കയ്ക്കും മേൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പെങ്കിലും ബാക്കിലേക്ക് പോകാൻ, അവരെ സമ്മർദ്ദം ചെലുത്താൻ, അന്താരാഷ്ട്ര തലത്തിലൊരു സമ്മർദ്ദം ഉണ്ടാകാൻ പ്രേരിപ്പിക്കുക എന്നത് കൂടിയുണ്ട് ഈ ആക്രമണങ്ങളെല്ലാം പിന്നിൽ. ഏറ്റവും ഒടുവിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം, US-ന്റെ 27 ബേസുകളിലും, സൈനിക ബേസുകളിലും ആക്രമിക്കും, ഒപ്പം ഇസ്രയേലിലും ആക്രമിക്കും എന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതായത് സൈനിക മേധാവി അടക്കം, പരമോന്നത നേതാവ് ഉൾപ്പെടെ സൈനിക മേധാവി അടക്കം, പ്രധാനപ്പെട്ട കമാൻഡർമാരടക്കം കൊല്ലപ്പെട്ട ശേഷവും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ബാക്കിയായാണ് ഇപ്പോൾ ഒമാനിലടക്കം, ഇതുവരെ ഒഴിവാക്കിയ ഒമാനിലേക്ക് കൂടി മിസൈലുകൾ അയക്കുന്ന നിലയിലേക്ക് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.